ഹലോ ഫ്രണ്ട്സ്, നല്ല നാടൻ ചെമ്മീൻ പൊരിച്ചതായാലോ ഇന്ന്. 1 കിലോ ചെമ്മീനാണ് ഞാനിവിടെ ഇപ്പോൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ഇതൾ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്തോളൂ കേട്ടോ. ഒരു 30 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ആവാനായിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ അപ്പോൾ തന്നെ ചെയ്തെടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പിടുത്തം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല. പിന്നെ ഒരു 3-4 പച്ചമുളക് ഞാനിവിടെ ചെറുതായിട്ട് നുറുക്കി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ചെമ്മീനെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണേ. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് നിരത്തി വെക്കാം, എല്ലാത്തിൻ്റെയും ഒരു വശം ഒന്ന് കുക്കായി വരാനായിട്ട്. ചെമ്മീൻ വെന്ത് തുടങ്ങുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിനൊരു മൂടി കൊണ്ട് അടച്ച് ഒരു 7 മിനിറ്റെങ്കിലും മിനിമം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയ്ക്കൊന്നും നമ്മൾ അടപ്പ് തുറന്ന് മറിച്ച് കൊടുക്കാനായിട്ട് ഓർക്കണേ. ഇതിൻ്റെ 2 വശവും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ വെള്ളം കുറച്ച് ഉള്ള പോലെ തോന്നും, അത് കുഴപ്പമില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ 2 വശവും അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് 2 വശം മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല നാടൻ ടേസ്റ്റുള്ള ചെമ്മീൻ പൊരിച്ചതോടെ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്